ലഹരി മാലിന്യ സംസ്കരണ കേന്ദ്രമായ താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് പ്രവർത്തനമുടൻ നിർത്തിവെക്കണമെന്ന് PK ഫിറോസ് MLA കാര്യമാവശ്യപ്പെട്ട് കളക്ടറെ കാണും. നടപടിയായില്ലെങ്കിൽ സമരരംഗത്തേക്ക് ഇറങ്ങുമെന്നും PK ഫിറോസ്. ഉറപ്പായിട്ടും ഞാനിപ്പോൾ തന്നെ കളക്ടറെ സംസാരിക്കും. ഇത് നിർത്തിവെക്കാൻ ആവശ്യമായ നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടും. അങ്ങനെ നിർത്തിവെക്കുന്നില്ലെങ്കിൽ അവിടെ ജനങ്ങളെയുമായി കൂട്ടി നമുക്ക് തന്നെ നേരത്തെ സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരും. അതിലേക്ക് ഉള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. കഴിഞ്ഞ 7 വർഷത്തിലധികമായി ഈ നാട്ടിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ്. ഇതിനോട് റിലേറ്റഡായിട്ട് ഇതിൻ്റെ ഓരത്തുകൂടെ ഒഴുകി പോകുന്ന ഈ പുഴ, ഇരുതുള്ളിപ്പുഴ എന്ന ഈ പുഴ ഇന്നലെ നിറഞ്ഞ് കവിഞ്ഞ് ഈ ഫ്രഷ് കട്ടിൻ്റെ ഉള്ളിലോട് മൊത്തം ഇത് വ്യാപിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭീകരത എന്ന് പറഞ്ഞാൽ അവർ പ്രോസസ്സ് ചെയ്യുന്ന അവരുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ വരെ വെള്ളം കയറിയത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്രയും റെഡ് കാറ്റഗറിയിൽപ്പെട്ട ഒരു കമ്പനിയാണ്. ഇത്രയും കാലം അനധികൃതമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കമ്പനി ഇന്നലെ അതിൻ്റെ ഭീകരത എത്രയാണെന്നുള്ളത് ജനങ്ങളൊക്കെ കണ്ടു. ആ മഴയത്ത് ആ വെള്ളം പുഴയിലെ വെള്ളം കയറി കമ്പനിയുടെ പരിസരങ്ങളിലും കമ്പനിയിലൊക്കെ വെള്ളം കയറി. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് പുഴയിൽ നിന്നും ഇത്ര മീറ്റർ വിട്ട് ദൂരപരിധിയിൽ പ്രവർത്തിക്കുക എന്നുള്ളൊരു പ്രോസസ് ചെയ്യേണ്ട ഒരു കമ്പനി ഇത്രയും അനധികൃതമായിട്ട് ആരാണ് ഇതിനൊക്കെ നിയമാനുമതി കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന് വിധേയമാവേണ്ടതാണ്. എന്നിട്ടും ഇതിന് നടപടി ഇല്ലായിട്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ MLA പറഞ്ഞ പോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കളക്ടറുടെ ഭാഗത്തുനിന്നോ മറ്റുള്ള അധികാരികളുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ MLA അടക്കം അവിടെയുള്ള ആ നാടിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള രണ്ട് MLA-മാരുടെ ഒന്ന് പിന്നെ ഫിറോസ്, പിന്നെ CK കാസിം തിരുവമ്മാടി MLA, ഇവർ രണ്ടായിരം മുൻനിരയിൽ നിന്ന് നയിച്ചുകൊണ്ട് മറ്റ് മെമ്പർമാരും കൂടെ പുറകിൽ ആ നാട്ടിലുള്ള ഇതിൻ്റെ ഇരകളായ ജനങ്ങളും അണിനിരന്നുകൊണ്ട് ഒരു വൻ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ MLA പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഇതിനൊരു പരിഹാരമോ നമുക്ക് എല്ലാവർക്കും പ്രത്യാശിക്കാം. എല്ലാവരും അറിഞ്ഞായിരിക്കും, ഒരുപാട് തവണ മീഡിയാസിലൊക്കെ വന്ന പ്രശ്നങ്ങളാണിത്. ആ പുഴ ഇനി വരുന്ന വേനലാകുമ്പോഴേക്കും വളരെ മലിനമാകാൻ പോവുകയാണ്. ഇപ്പം തന്നെ അതിലുള്ള വേസ്റ്റുകളൊക്കെ പുഴയിൽ ഓൾറെഡി കലർന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ പാരിസ്ഥിതിക മലിനീകരണം വളരെ രൂക്ഷമാണ്. ജനങ്ങൾക്ക് രാത്രി ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ കുട്ടികൾ പഠിക്കാനോ കഴിയാത്ത രീതിയിലുള്ള അസഹ്യമായ ദുർഗന്ധമാണ് ഈ കമ്പനി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇതിനടുത്ത് ഈ അടുക്ക നിർത്തിവെച്ച കമ്പനി രണ്ടാമത് കോടതി അനുമതി കൊടുത്തത് ഒരുപാട് ഉപാധികൾ വെച്ചിട്ടാണ്. ആ ഉപാധികളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കോടതിയെയും എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി ആണ് അവർ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോഴും അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ദൈവസഹായത്താൽ ആ മഴയോടുകൂടി അതിലേക്ക് വന്ന വെള്ളത്തിൻ്റെ വ്യാപ്തി കാരണമാണ് അവരുടെ ഈ എല്ലാ അധാർമികതയും എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനം പുറലോകത്തേക്ക്